ഡൽഹിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്ന CJP സമരത്തെ ആശയപരമായി വ്യത്യസ്ത ധ്രുവങ്ങളിൽ കാണുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഇന്ന് പ്രധാനമായും ഇന്ത്യയിലുള്ളത്. ഒന്ന്, നീറ്റ് പോലുള്ള ദേശീയ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നാൽ സത്യസന്ധമായി പഠിച്ച ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവർക്ക് അനീതി സംഭവിച്ചെന്നും അവരുടെ ഭാവി തന്നെ തകർന്നുവെന്നും ഒരു വിഭാഗം വാദിക്കുന്നു. അത് കേവലം ഒരു വാദമല്ല. 2026 നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ ശേഷമുള്ള ഏകദേശം 46 ദിവസത്തിനിടെ കുറഞ്ഞത് 11 നീറ്റ് പരീക്ഷാർത്ഥികൾ ആത്മഹത്യ ചെയ്തതായി പോലീസ് രേഖകൾ തന്നെ പറയുന്നുണ്ട്. അത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ചില ഡേറ്റകൾ കൂടി പരിശോധിച്ചാൽ ഏകദേശം 20ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഈ വാദങ്ങൾ സത്യമെന്ന് തെളിയിക്കുന്ന പല രേഖകളും നമ്മൾക്ക് മുൻപിൽ തന്നെയുണ്ട്. പരീക്ഷ നടത്തിപ്പിലെ വീഴ്ചകൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെയും രാഷ്ട്രീയ ഭരണപരമായ ഉത്തരവാദിത്വം വഹിക്കുന്നവർക്കെതിരെയും നടപടി വേണമെന്നും പരമപ്രധാനമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നതുമാണ് CJP തുടങ്ങിവെച്ച, പിന്നീട് സോനം വാങ്ചുക് നട്ടെല്ലായി മാറിയ, നിലവിൽ കോൺഗ്രസും ഇടതുപക്ഷവും മറ്റനേകം സെലിബ്രിറ്റികളും ചിന്തകരും എഴുത്തുകാരും നടന്മാരും എല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഈ സമരത്തിന്റെ പ്രധാന ആവശ്യം ഭാവി ഡോക്ടർമാരടക്കം വൈദ്യശാസ്ത്ര ആരോഗ്യരംഗത്തെ ബിരുദ കോഴ്സുകളിലേക്കുള്ള ദേശീയ പ്രവേശന പരീക്ഷയായ നീറ്റ് അഥവാ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് വഴി അനർഹരായ വിദ്യാർത്ഥികൾ പരീക്ഷ ജയിച്ചു വന്നാൽ ഭാവിയിൽ നമ്മളെയും നമ്മുടെ അടുത്ത തലമുറയെയും ചികിത്സിക്കേണ്ട ഡോക്ടർമാരടക്കമുള്ള ഹോസ്പിറ്റൽ മേഖലയിലെ പ്രൊഫഷണലുകൾ അവർ നമ്മുടെ ജീവന് തന്നെ ആപത്താകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. ഇനി എന്താണ് മറ്റൊരു വാദമെന്നതും നമുക്ക് നോക്കാം. നീറ്റ് വിഷയത്തിൽ ആരംഭിച്ച സമരത്തിൽ പിന്നീട് മറ്റ് രാഷ്ട്രീയ ആവശ്യങ്ങളും മുദ്രാവാക്യങ്ങളും കടന്നു വന്നു എന്നുള്ളതാണ് പ്രധാന വിമർശനം. ഇത് പ്രത്യക്ഷത്തിൽ ഇവരുടെ പ്രധാന ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് BJP മോഡി സർക്കാരിനെ താഴെയിറക്കാനുള്ള യുവാക്കളുടെ അക്രമാസക്തമായ ഒരു പ്രക്ഷോഭമായി മാറുന്നു എന്നതാണ് സമരത്തെ നിരാകരിക്കുന്ന വിഭാഗത്തിന്റെ പ്രധാന വാദം. സമരത്തിന് പകരം സർക്കാർ വിദ്യാർത്ഥി പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തണമെന്ന് ചില സംഘടനകളും രാഷ്ട്രീയ വിഭാഗങ്ങളും ആവശ്യപ്പെടുന്നു. നമ്മൾ മുൻപ് സാക്ഷ്യം വഹിച്ച ശ്രീലങ്കയിലെയും നേപ്പാളിലെയും ബംഗ്ലാദേശിലെ അടക്കമുള്ള ഭരണകൂടങ്ങളെ താഴെ ഇറക്കാൻ കാരണമായ, പിന്നീട് സായുധ സമരത്തിലേക്ക് പോലും പോയ അത്തരം ജൻസി വിപ്ലവങ്ങൾക്ക് മാതൃകയിലാണ് നിലവിൽ ജന്തർ മന്ദറിൽ പുരോഗമിക്കുന്ന CJPയുടെ സമരം എന്ന് വാദിക്കുന്നവരും ഏറെയുണ്ട്. ഏറ്റവും ഒടുവിൽ എന്തായാലും ചർച്ചകൾക്ക് തയ്യാറെന്ന് JP നദ്ദ പ്രതികരിച്ചിരുന്നു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പ്രതികരിച്ചു. ചോദ്യപേപ്പർ ചോർച്ച ആഴത്തിൽ ചർച്ച ആവശ്യമുള്ള ഗൗരവതരമായ പ്രശ്നമാണെന്നും വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും JP നദ്ദ പറഞ്ഞു. നദ്ദയുടെ പ്രസ്താവനയോട് പ്രതികരണവുമായി CJPയും രംഗത്തെത്തി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് CJP മുഖ്യ വക്താവ് സൗരവ് ദാസ് പറഞ്ഞത്. ഏറ്റവും ഒടുവിലായ ചർച്ചയ്ക്ക് തയ്യാറെന്ന് അഭിജിത് ദീപ്കയും, അതായത് CJPയുടെ സ്ഥാപകൻ കൂടിയായ അഭിജിത് ദീപ്കയും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ചർച്ചയ്ക്കായി കേന്ദ്ര പ്രതിനിധികൾ ജന്തർ മന്ദറിലേക്ക് എത്തണമെന്നതാണ് അഭിജിത്ത് മുന്നോട്ട് വെച്ച ഉപാധി. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അപ്പുറം രാജ്യ തലസ്ഥാനത്ത് പോലീസ്, ആംഡ് ഫോഴ്സ് സേനകൾ എത്തരത്തിലാണ് വിദ്യാർത്ഥികളുടെ ഈ സമരത്തെ അടിച്ചമർത്തുന്നുള്ളത് എന്നുള്ള കാര്യമാണ് ഈ യുവജന വിദ്യാർത്ഥി സമരത്തെ ദേശീയതലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടാൻ കാരണമാക്കിയത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ സേനകൾ നേരിടുന്നത് പെല്ലറ്റ് തോക്ക് ഉൾപ്പെടെ പ്രയോഗിച്ച് ദേശവിരുദ്ധരെ നേരിടുന്ന രീതിയിലാണെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. യൂണിഫോം ധരിക്കാതെയും നെയിം പ്ലേറ്റ് പോലില്ലാതെയും എത്തിയവർ അതിക്രൂരമായാണ് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രക്ഷോഭകരെ തല്ലിച്ചതച്ചത്. പെൺകുട്ടികളുടെ പിൻഭാഗത്ത് ലാത്തി ഉപയോഗിച്ച് കുത്തി അത് കണ്ട് ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം വീഡിയോകളും പുറത്തു വന്നിരുന്നു. ഇവരിൽ ചിലർ സേനാംഗങ്ങളല്ലെന്നും സംഘപരിവാറിൽ നിന്നുള്ളവരാണെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. കയ്യിൽ ചരടുകൾ കെട്ടിയെത്തിയ ചെറുപ്പക്കാർ പെൺകുട്ടികളെ ക്രൂരമായി തല്ലിയെന്നും ഇവർ പറയുന്നു. മർദ്ദനത്തിന്റെ ഒട്ടേറെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ CJP നവമാധ്യമങ്ങളിൽ, പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള നവമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. സേനാംഗങ്ങൾ ഉപയോഗിക്കുന്ന ബൂട്ടിന് പകരം ചെരുപ്പ് ധരിച്ചും മറ്റും അങ്ങനെ എത്തിയവരെയും നെയിം പ്ലേറ്റ് ഇല്ലാത്തവരെയും പ്രക്ഷോഭകർ ചോദ്യം ചെയ്യുന്നതും ഇത്തരം ദൃശ്യങ്ങളിൽ കാണാം. നെയിം പ്ലേറ്റ് ഇല്ലാത്ത, യൂണിഫോം ധരിക്കാത്ത പോലീസ് എന്ന് അവകാശപ്പെടുന്നവർ പ്രക്ഷോഭകരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നു എന്നതാണ് ഇവിടെ നഗ്നമായ നിയമലംഘനമായി നാം കാണേണ്ടത്. ഇത് പോലീസ് ആക്ടിന്റെ അടക്കം വളരെ ക്ലിയർ ആയുള്ള ലംഘനമാണ്. അങ്ങനെയുള്ള ഒരാൾ, ഒരു പേരില്ലാത്ത, അത് വ്യാജനാണെങ്കിലോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾ ഉദ്യോഗസ്ഥനാണെങ്കിലോ, അങ്ങനെ ഒരു വ്യക്തി ഒരു സമരാനുകൂലിയെ പിടിച്ചുകൊണ്ടുപോയാൽ ആ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥനെ എത്തരത്തിലാണ് ഈ ഒരു സമരക്കാർക്ക് തിരിച്ചറിയാൻ കഴിയുക? അതല്ലെങ്കിൽ കടുത്ത മരണത്തിനു പോലും കാരണമാകുന്ന രീതിയിൽ സമരാനുകൂലികളെ ആ കൂട്ടത്തിൽ ഒരാൾ തല്ലിച്ചതച്ചാൽ ആരുടെ പേരിലാണ് പരാതി കൊടുക്കാൻ സാധിക്കുക? ഇത്തരം പ്രവണതകൾ എന്തായാലും, ഇത്തരം പ്രവർത്തികൾ എന്തായാലും ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്ത് വെച്ചുപൊറുപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല. മാത്രമല്ല
തല്ലാൻ ഉപയോഗിച്ചവയിൽ ആണി പോലെ മൂർച്ചയുള്ള ലോഹഭാഗം ഉറപ്പിച്ച ലാത്തികൾ ഉണ്ടെന്നും അത് വ്യാപകമായി പ്രക്ഷോഭകരെ തല്ലിച്ചതയ്ക്കാൻ ഉപയോഗിച്ചുവെന്നും സമരക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഇത് നിഷേധിച്ച് ഡൽഹി പോലീസും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും രംഗത്തെത്തി. ഫാക്ട് ചെക്ക് എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇവർ പോസ്റ്റ് ഇടുകയും ചെയ്തു. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കലാണ് ഈ ഫാക്ട് ചെക്കിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ CJP വിശാൽ തോമർ എന്ന പോലീസുകാരന്റെ കയ്യിലെ ആണിയുള്ള ലാത്തി പിടിച്ച് ചോദ്യം ചെയ്യുന്നവരുടെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു. പ്രതിഷേധ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന യുവതിയുടെ പിൻഭാഗത്ത് ലാത്തി കൊണ്ട് കുത്തുന്ന പോലീസുകാരന്റെ ദൃശ്യങ്ങളും ഒട്ടേറെ പേർ ഇതിനോടകം നവമാധ്യമങ്ങളിൽ പങ്കുവച്ചു. പ്രക്ഷോഭകർക്ക് നേരെ ഉപയോഗിച്ച കണ്ണീർവാതക ഷെല്ലുകളിൽ ചിലത് കാലാവധി കഴിഞ്ഞവയാണെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും ഇവർ പങ്കുവച്ചു. കഴിഞ്ഞ ഡിസംബർ വരെ കാലാവധി രേഖപ്പെടുത്തിയ ഷെല്ലുകളുടെ ഭാഗങ്ങളാണ് ചിത്രത്തിലുള്ളത്. ഇത്തരത്തിലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഷെല്ലുകൾ, അതായത് ടിയർ ഗ്യാസ് അടക്കമുള്ള ഷെല്ലുകൾ ഉപയോഗിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദ്യാർത്ഥികൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. പ്രക്ഷോഭം അക്രമാസക്തമായപ്പോൾ സേനയുടെ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം തങ്ങളുടെ മേൽ കെട്ടിവെക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും CJP പറയുന്നു. പോലീസുകാർ തന്നെ ലാത്തി ഉപയോഗിച്ച് കാറിന്റെ ചില്ല് തകർക്കുന്ന ദൃശ്യങ്ങളും CJP പുറത്തുവിട്ടു. ഇതിനിടയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിനിടെ പ്രതിഷേധക്കാരിയുടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ജന്തർ മന്ദർ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റിയെന്ന വിവരവും ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നുണ്ട്. അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ സന്ദീപ് ലാംബെയാണ് ജന്തർ മന്ദർ ഡ്യൂട്ടിയിൽ നിന്നും നീക്കിയത്. സ്റ്റേഷൻ ചുമതലയിലേക്ക് തിരിച്ചു കയറാൻ ലാംബയ്ക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. യുവതിയുടെ മുഖത്തടിച്ച നടപടിയിൽ സന്ദീപ് ലാംബയ്ക്കെതിരെ കടുത്ത വിമർശനം ഉയരുമ്പോഴും പോലീസ് പരസ്യ പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല. ഇതേ ഉദ്യോഗസ്ഥനാണ് വിദ്യാഭ്യാസ വിദഗ്ധയും സോനം വാങ്ചുക്കിന്റെ ഭാര്യയുമായ ഗീതാഞ്ജലി വാങ്ചുക്കിനെ അടിക്കാൻ ട്രക്കിന് മുകളിൽ കയറിയതെന്നും പിന്നീട് അവരുടെ മുടി പിടിച്ച് വലിച്ചിഴച്ചതെന്നും കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ ആരോപിച്ചിരുന്നു. പോലീസ് സേനയിൽ തുടരാൻ ഇയാൾ മാനസികമായി യോജിച്ചയാളല്ലെന്നും അഭിജിത് ദീപ്കെ പ്രതികരിച്ചിരുന്നു. സന്ദീപ് ലാംബയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്രയും രംഗത്തെത്തി. തൊഴിൽ മാത്രമല്ല അയാൾ ചെയ്യുന്നത്. ഇത്തരം ക്രൂരന്മാരെ തിരിച്ചറിഞ്ഞ് പരസ്യമായി അപമാനിക്കുകയും സാമൂഹികമായി ബഹിഷ്കരിക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യണമെന്നും നിയമ നടപടിക്ക് വിധേയരാക്കുകയും വേണമെന്നും ഇതിൽ ആദ്യത്തെയാൾ സന്ദീപ് ലാംബയാണ് എന്നുള്ള കാര്യവുമാണ് എന്തായാലും മഹുവ മൊയ്ത്ര പ്രതികരിച്ചത്. അമിത്ഷായുടെ യൂണിഫോം ഇട്ട ഗുണ്ടകളുടെ യഥാർത്ഥ മുഖമാണിതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചിരുന്നു. അതേസമയം ജന്തർ മന്ദറിലെ CJP സമരവേദിക്ക് സമീപം വീണ്ടും സംഘർഷമുണ്ടായി. പോലീസും CJP പ്രവർത്തകരും ഏറ്റുമുട്ടി. സൻസദ് മാർഗിലാണ് സംഘർഷം ഉടലെടുത്തത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ കണ്ണീർവാതകവും പ്രയോഗിച്ചു. സംഘർഷത്തിൽ 2 ACPമാരും ഇൻസ്പെക്ടറും അടക്കം 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി സെൻട്രൽ ഡൽഹിയുടെ ചില ഭാഗങ്ങളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കിയെന്ന് റിപ്പോർട്ടുണ്ട്. എന്തായാലും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചവർക്കെതിരെ ശിക്ഷാ നടപടികളോ പകപോക്കലോ ഉണ്ടാകില്ലെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയാൽ അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് സോനം വാങ്ചുക്കും ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിരുന്നു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ ആശുപത്രി സന്ദർശിച്ച് നിരാഹാരം അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിച്ചതിന് കത്തിലൂടെ വാങ്ചുക് നന്ദിയും രേഖപ്പെടുത്തി. ചർച്ചകളിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ അനുകൂലമായി പരിഗണിക്കുമെന്ന് മന്ത്രിമാർ ഉറപ്പ് നൽകിയതായും അദ്ദേഹം പറഞ്ഞു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക, വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യുക, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് വാങ്ചുക് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകാതെ തനിക്ക് സമരം അവസാനിപ്പിക്കാനാകില്ലെന്നും വാങ്ചുക് വ്യക്തമാക്കി. ജൂലൈ 20 നടത്തിയ മാർച്ചിനെ കുറിച്ച് പരാമർശിച്ച വാങ്ചുക് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അക്രമങ്ങളും അമിതമായ ബലപ്രയോഗവും ഉണ്ടായിട്ടും പ്രക്ഷോഭം സമാധാനപരമായിരുന്നുവെന്നും പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും അവർക്കെതിരെ നിയമ നടപടികളോ പ്രതികാര നടപടികളോ ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇതിനിടയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ആദ്യ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് മോദിയുടെ സോഷ്യൽ മീഡിയ പ്രതികരണം. യുവജനങ്ങളുടെ ഭാവിയെ തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി പറയുന്നു. സമരം തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് മോദി പ്രതികരിക്കുന്നത്. യുവാക്കളുടെ ഭാവിയെ തകർത്തത് മോദിയാണെന്ന് ഇതിനിടെ രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കണമെന്നും വിദ്യാർത്ഥികളോട് ക്ഷമ ചോദിക്കണമെന്നും അവരെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നും രാഹുൽ ആവശ്യപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ ഈ ആവശ്യങ്ങൾ വ്യക്തമാണെന്നും രാഹുൽ പറഞ്ഞു. പാർലമെന്റ് കവാടത്തിൽ എന്തായാലും ഇന്ന് രാവിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ചർച്ച വേണ്ടെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇപ്പോഴാണോ ആലോചിക്കുന്നതെന്നും KC ചോദിച്ചു.
സോണിയാഗാന്ധിയും എന്തായാലും ഈ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. എംപിമാർക്കിടയിൽ ഉന്തും തെള്ളും പോലും ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ കൂടി എന്തായാലും പാർലമെന്റിന് മുന്നിലുണ്ടായി. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയിൽ നിന്ന് സംഘർഷം ഒഴിവാക്കുകയായിരുന്നു. എന്തായാലും കേരളത്തിൽ തലസ്ഥാനത്തും ഇടതു വലതുപക്ഷ യുവജന സംഘടനകൾ CJPയുടെ ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ചുകൾ നടത്തിയിരുന്നു. തലസ്ഥാനത്ത് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ സമാനമായ മാർച്ചുകൾ നടന്നിരുന്നു. കൂടാതെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നാനാതുറകളിൽ നിന്നുള്ള പ്രശസ്തരായിട്ടുള്ള നടന്മാർ, സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ, എഴുത്തുകാർ, രാഷ്ട്രീയ നേതാക്കളെല്ലാം ഡൽഹി ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയ്ക്കാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. മലയാളത്തിൽ നിന്ന് നടന്മാരായിട്ടുള്ള ടൊവിനോ, ആസിഫ് അലി, ദുൽഖർ സൽമാൻ, വിസ്മയ മോഹൻലാൽ, അപ്പാനി ശരത്, ജോജു ജോർജ് തുടങ്ങിയിട്ടുള്ള നടന്മാരും അതുപോലെ തന്നെ അവതാരകയും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ രഞ്ജിനി ഹരിദാസ്, എഴുത്തുകാരായ NS മാധവൻ, KR മീര, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ആളുകൾ ഇതിനോടകം തന്നെ സമരത്തെ പിന്തുണച്ച് സമരമുഖത്തും അല്ലാതെയും രംഗത്തെത്തിയിരുന്നു. എന്ത് തന്നെയാണെങ്കിലും നവമാധ്യമങ്ങളിലെല്ലാം നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഈ CJPയുടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും അതിൻ്റെ വാർത്തകളും വീഡിയോകളും കൊണ്ട് ഫീഡുകൾ നിറയുകയാണ്. അക്രമത്തിന്റെ പാതയിലല്ലാതെ സമാധാനത്തിന്റെ പാതയിൽ, ചർച്ചയുടെ പാതയിൽ കുറ്റവാളികളെ ശിക്ഷിക്കുമെന്നും അത് ഉറപ്പുകൊടുത്തുകൊണ്ട് 1 മാസത്തിലധികമായി മഴയത്തും വെയിലത്തും തങ്ങളുടെ ആവശ്യങ്ങൾക്കായി പൊരുതിയ നമ്മുടെ യുവാക്കൾക്ക് നീതി ലഭിക്കട്ടെ എന്നുമാണ് പറഞ്ഞവസാനിപ്പിക്കാനുള്ളത്.